ഇവിടെ നമ്മുടെ സന്തോഷത്തെ എങ്ങനെ ഏറ്റവും സന്തോഷമായിട്ടിരിക്കാം, അതിനുള്ള 4 രഹസ്യങ്ങൾ, സീക്രട്ടുകളാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ, റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരു ഭാര്യയും ഭർത്താവും രാവിലെ നടക്കാൻ പോയി, എക്സർസൈസ്. ഒരു അരമണിക്കൂർ നടക്കലെല്ലാം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരു ബെഞ്ചിൽ വന്നിരുന്നു, പാർക്കിലെ. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, കുറച്ച് സംസാരിച്ചതിന് ശേഷമൊക്കെ പറഞ്ഞു, ഞാൻ തീരെ സന്തോഷവതിയല്ല. ഭർത്താവ് അത്ഭുതപ്പെട്ടു, എന്താണ് കാര്യം? കാരണം എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും നിനക്കുണ്ട്, പിന്നെ എന്തുകൊണ്ട് സന്തുഷ്ടയല്ല എന്നുള്ള രീതി. ഒരു കുടുംബമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, പിന്നെ എന്തുകൊണ്ട് സന്തോഷവതിയല്ല? അപ്പോ ഭാര്യ പറഞ്ഞു, ഞാൻ സന്തോഷവതിയല്ല. കാരണം എനിക്കറിയില്ല. എല്ലാവരും പറയുന്നു എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ ഹാപ്പി അല്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, അദ്ദേഹം സന്തുഷ്ടനാണ്? അദ്ദേഹത്തിന് കിട്ടിയ മറുപടി വ്യത്യസ്തമല്ല, അത്ര സന്തോഷം അല്ല, ഉള്ളിൽ സന്തോഷമില്ല എന്നുള്ളതാണ്, പല സൗകര്യങ്ങളുമുണ്ട് എന്ന് മാത്രം. അങ്ങനെ അദ്ദേഹം എന്താണ് ഈ സന്തോഷത്തിന്റെ രഹസ്യങ്ങൾ എന്ന് അന്വേഷിച്ചു. അദ്ദേഹം ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ഇത് വായിച്ചു. അതുപോലെ തന്നെ അതിൽ എക്സ്പേർട്സ് ആയ ലൈഫ് കോച്ച് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി അന്വേഷിച്ചു. അതിലൊന്നും അദ്ദേഹം സംതൃപ്തനായില്ല. അവസാനം അദ്ദേഹം ഒരു ഡോക്ടറെ, ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടറെ കണ്ടു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, ഒരു മനുഷ്യന്റെ സന്തോഷം നിയന്ത്രിക്കുന്നതിൽ 4 ഹോർമോണുകൾക്ക് വലിയ പങ്കുണ്ട്. ആ 4 ഹോർമോണുകൾ: 1 എൻഡോർഫിൻ, 2 ഡോപ്പമിൻ, 3 സെറോട്ടോണിൻ, 4 ഓക്സിറ്റോസിൻ. നമുക്ക് ഈ ഹോർമോൺ കൂടുതലൊന്ന് പരിചയപ്പെടാം. 1 എൻഡോർഫിൻ. നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് എൻഡോർഫിൻ. ചെറിയ പെയിനൊക്കെ വ്യായാമത്തിന്റെ അടുക്ക് നമുക്ക് തോന്നും. അപ്പോൾ അതിനെ ലഘൂകരിക്കുവാൻ വേണ്ടി ബോഡി റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ. അതുപോലെ തന്നെ ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കും. രണ്ടാമതായിട്ട് ഡോപ്പമിൻ. ഡോപ്പമിൻ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഓരോരോ ഗോള് നമ്മൾ ഡെയിലി ലൈഫിൽ അച്ചീവ് ചെയ്യുമ്പോൾ, അത് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ, അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ, അത് മറ്റുള്ളവർ അത് കണ്ട് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ, അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഡോപ്പമിൻ. 3 സെറോട്ടോണിൻ. നമ്മൾ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുമ്പോൾ, നമ്മുടെ കയ്യിലുള്ളത് പങ്കുവെക്കുമ്പോൾ, അത് അറിവാകാം, അത് ഓൺലൈനിൽ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ വാട്സാപ്പിലോ ഒക്കെ നമുക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവെക്കലാകാം, അല്ലെങ്കിൽ പ്രകൃതിക്ക് എന്തെങ്കിലും ഇത് ചെയ്യുന്ന ഒരു ചെടി വെക്കലാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റ് രീതിയിലെല്ലാം സഹായിക്കലാകാം. ഇതെല്ലാം സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഈ ഹോർമോണുകൾക്കെല്ലാം മറ്റു തരത്തിലുള്ള ഒരുപാട് പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൂടി അത് ശരീരത്തിൽ നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്തോഷത്തിനും ഉപകരിക്കും. അപ്പൊ 4ാമതായിട്ട്, ഫൈനലായിട്ട് ഓക്സിറ്റോസിൻ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹപ്രകടനങ്ങൾ നടത്തുമ്പോൾ, നമുക്ക് നമ്മുടെ കുടുംബത്തോട്, കൂട്ടുകാരോട്, മക്കളോട് ഒക്കെ സ്നേഹപ്രകടനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഓക്സിറ്റോസിൻ. അതൊരു ഹഗ് ചെയ്യലാകാം, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കലാകാം, ഒരു കെട്ടിപ്പിടുത്തമോ ഷെയ്ക്ക് ഹാൻഡോ ഒക്കെ ആകാം അതിന്റെ പ്രധാനം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഈ 4 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ അളവിൽ തന്നെ നമുക്ക് നമ്മുടെ സന്തോഷത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും. അത് നമ്മുടെ മക്കളിലേക്ക് നമുക്ക് ഇത് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ? അവരെ കൂടുതൽ വ്യായാമം ചെയ്യുവാനും കളിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുക. കുറഞ്ഞ പക്ഷം അവർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ്, അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്താതിരിക്കുക. അപ്പൊ ഡോപ്പമിൻ ലഭിക്കും, അവരെ വ്യായാമം ചെയ്യാൻ അനുവദിക്കുക.
എൻഡോർഫിൻ ലഭിക്കും, അവരെ വ്യായാമം ചെയ്യാൻ അനുവദിക്കുക. രണ്ടാമതായിട്ട് ഡോപ്പമിൻ അവർ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതൊരു വരയാകാം, അല്ലെങ്കിൽ കളിക്കലാകാം, എന്തെങ്കിലും ചെറിയ ആക്ടിവിറ്റീസ് ആകാം. മൂന്നാമതായിട്ട് സെറോട്ടോണിൻ, അവരുടെ ഇഷ്ടപ്പെട്ട ടോയ്സോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡോ മറ്റോ പങ്കുവെക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കപ്പെടും. നാലാമതായിട്ട് ഓക്സിറ്റോസിൻ, അവരെ ഹഗ് ചെയ്യുക, അവരെ കെട്ടിപ്പിടിക്കുക. അത് അവരിൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ ഇടയാക്കും. ഈ 4 നല്ല ഏറ്റവും ഉപകാരപ്രദമായ ഹോർമോണുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുക. അത് വ്യായാമം കൃത്യമായി ചെയ്തും, നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വൃത്തിയായിട്ട് അക്കംപ്ലിഷ് ചെയ്തും, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആകുന്ന രീതിയിലൊക്കെ സഹായിച്ചും പങ്കുവച്ചും, അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ളവരെ ഇത്തരത്തിലുള്ള കെട്ടിപ്പിടിക്കലും, അതുപോലെ തന്നെ ഒന്ന് ഷോൾഡറിൽ തട്ടിയൊന്ന് സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലൂടെ. അപ്പോൾ ഇത് ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ ശ്രമിക്കുക. ഇത് നിങ്ങളൊരു 2-3 മാസം നിങ്ങളിത് തുടർച്ചയായി ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ തരത്തിലുള്ളതായ സന്തോഷങ്ങളും നിങ്ങളിൽ തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ, താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അൺലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ ഗുണകരമായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഹാവ് എ വണ്ടർഫുൾ ലൈഫ്.